ടോപ്പ് ആൻഡ് ടേസ്റ്റിൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നാടൻ ഫിഷ് കറിയാണ്. ഇങ്ങനെ ഒരു ഫിഷ് കറി നിങ്ങൾ മുൻപ് തയ്യാറാക്കിയിട്ടുണ്ടോ എന്നറിയാൻ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണണം. ഇതിൻ്റെ രുചിക്കൂട്ടുകളും തയ്യാറാക്കുന്ന വിധവും വളരെ വ്യത്യസ്തമാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ മനോഹരവും രുചികരവുമായ ഈ മീൻകറി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഫിഷ് കറി തയ്യാറാക്കാനായി ഞാനിവിടെ 2 ചൂര മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 13 കഷ്ണങ്ങളോളം മീൻ ഇതിലുണ്ടാവും. ഇനി ഇതിലേക്ക് ചേർക്കാനായി 5 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു ടൊമാറ്റോയും, ഒരു 7-8 ചെറിയ ഉള്ളിയും, 2 പച്ചമുളക്, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യം പൊടികളാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മുഴുവൻ ഉലുവ എടുത്തിട്ടുണ്ട്, ഉലുവപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇതിലേക്കായി ഞാൻ ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ കാണിച്ചതായ ടൊമാറ്റോയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും, ഒരു പച്ചമുളക് മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. അതിലേക്ക് ഇനി നമുക്ക് 3 സ്പൂൺ കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം. എരിവ് വേണമെന്ന് ആവശ്യമുള്ളവർക്ക് 2 സ്പൂൺ കാശ്മീരി മുളകും 1 സ്പൂൺ എരിവുള്ള മുളക് ചേർക്കാം. ഇനി 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഈ രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടി നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് ഇതോടൊപ്പം തന്നെ മുഴുവൻ ഉലുവ ചേർക്കണം. 10-15 ഉലുവ ചേർത്താൽ മതി. കാരണം നമ്മൾ ഇനി ഉലുവപ്പൊടി ചേർക്കുന്നത് കൊണ്ട് മുഴുവൻ ഉലുവ ഒരു 10-15 മതിയാകും. ഇനി കറിവേപ്പില ഇടാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതിലേക്കിട്ട് നല്ലതുപോലെ ചുമക്കുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു പച്ചമുളക് കൂടെ അരിഞ്ഞിടാം. ഇത് രണ്ടും നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി എണ്ണയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, ഇത് രണ്ടും കൂടെ ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർക്കാനുണ്ട്. അതിനായി ഞാനിവിടെ നേരത്തെ തന്നെ വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രേവിയിൽ പച്ചമണമൊക്കെ ഒന്ന് മാറി വെള്ളമൊക്കെ നന്നായി വറ്റി എണ്ണ നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ നേരത്തെ ഒരു നാരങ്ങ വലിപ്പത്തിൻ്റെ പുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. ഇനി നമുക്കിതിലേക്ക് ഈ ഗ്രേവിയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. തണുത്ത വെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരളവിൽ നമ്മുടെ ഗ്രേവി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടെ ചേർക്കണം. ഇനി ഈ ഗ്രേവി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മീൻ കറി ഇവിടെ തയ്യാറാക്കാൻ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരില്ല. വളരെ എളുപ്പത്തിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ കറി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. മീനിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി വേണമെങ്കിൽ ഉപ്പ് ചൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം. നല്ല പച്ച കറിവേപ്പില ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചെറുതായി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഈ മീൻ കറിയിലേക്ക് ഞാനൊരു കാര്യം ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് തേങ്ങാപ്പാൽ. ഈ തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ മീൻ കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നേരം ഇതിനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ഞാനൊരു 2 മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് പച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു മണവും കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. തീർച്ചയായിട്ടും ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വളരെ മനോഹരമായ ഒരു മീൻ കറിയാണിത്. ഇത് നിങ്ങളും തയ്യാറാക്കി ഒന്ന് രുചിച്ച് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെയും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മീൻ കറിയാണിത്.
ഈ മീൻകറി നമുക്ക് ചോറിനോടൊപ്പം ചേർക്കാം, അപ്പം, പൊറോട്ട ഇതിനോടൊപ്പം ഒക്കെയും ചേർത്ത് കഴിക്കാവുന്ന നല്ലൊരു മീൻകറിയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്യുമ്പോൾ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.